പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റീന സാബു നിലമ്പൂർ എന്ന് പറഞ്ഞ വേറൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്ന സാക്ഷിയാണ്. അപ്പോൾ അവർ പറയണത്, ഞാൻ എൻ്റെ നിബന്ധനകളെ നിയോഗങ്ങളെ ഇങ്ങനെ എപ്പോഴും നിയോഗങ്ങൾ നിറവേറിയോ എന്നല്ല നോക്കണത്. ഞാൻ നിബന്ധനകൾ നിറവേറിയോ എന്നാണ് ഞാൻ ഈച്ചൻ്റെ ഒരു നിബന്ധനകൾ എടുത്തിട്ട് നോക്കും. നിബന്ധനകൾ നിറവേറുക. അപ്പോൾ ഓരോരുത്തരുടെ സമീപനം കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കണ. ഇപ്പം നിങ്ങളും തന്നെയാണെങ്കിലും നിങ്ങൾ ചിലർ പകുതി മുക്കാൽ ആൾക്കാരും ചെയ്യണത് നിയോഗങ്ങൾ നിറവേറിയോ, ഓഫർ ലെറ്റർ വന്നോ, അല്ലെങ്കിൽ ജപ്തി നടപടി മാറാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഉണ്ടായോ, അതേ വസ്തു വിൽക്കാൻ വേണ്ടി ആൾക്കാർ വന്നോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിയോഗങ്ങളുടെ സിംറ്റംസാണ് നോക്കണത്. വീട്ടിൽ ചെന്നിട്ട് നിയോഗങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നോക്കണത്. പക്ഷേ ഈ റീന സാബു നിലമ്പൂർ അവരുടെ അപ്രോച്ച് വേറെയാണ്. അവർ പറയണത്, ഞാൻ നോക്കണത് നിബന്ധനകൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്ത് നോക്കുമെന്ന്. എൻ്റെ നിബന്ധനകൾ ഞാൻ 1 by 1 ആയിട്ട് ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകളില്ലേ, അതെല്ലാം ഞാൻ ആക്യുറേറ്റായിട്ടാണ്, അതായത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ടാണ് അങ്ങനെ ഫോളോ ചെയ്യണത് എന്ന് നോക്കും. അപ്പം അതൊരു സമീപനമാണ്. എന്താണത്? അത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ്. നിയോഗങ്ങൾ നിറവേറിയോ എന്ന് നോക്കുന്നത് എന്താണ്? നമ്മൾക്ക് ഇപ്പം അമ്മ മകനെ വിളിച്ചു ചോദിക്കും, എപ്പോഴും അമ്മ മകനെ വിളിച്ചു ചോദിക്കും, മകനെ അത് ചെയ്യാതെ വിസ പ്രോസസ്സിങ് കഴിഞ്ഞതിൻ്റെ വിസ പുതുക്കി കിട്ടിയ, അല്ലെങ്കിൽ എന്തെങ്കിലും കത്ത് വന്നാൽ, എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നീ നോക്കണേ, ഞാൻ നോക്കണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അമ്മ വിസ പുതുക്കി കിട്ടിയാന്ന് മകനോട് വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു. അതിനകത്ത് നിയോഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നിയോഗങ്ങൾക്ക്. പക്ഷേ ഇതിന് ഭയങ്കര സ്ലോ ആയിരിക്കും കാര്യം. പക്ഷേ റീന സാബ് നിലമ്പൂർ എന്താ പറയണത്? ഞാൻ നിബന്ധനകളെ ടിക്കറ്റ് നോക്കും. ഞാൻ എപ്പോഴും നിബന്ധനകൾ വെച്ചാൽ ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകളെ ഞാൻ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുമെന്ന്. അത് കുറച്ചുകൂടി സെക്യൂറായിട്ടുള്ള വഴിയാണ്. എന്താ കാര്യം? അവിടെ പ്രാധാന്യം ദൈവത്തിനാണ്. ഒരു പ്രോജക്റ്റ് പ്രൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മുൻഗണന എപ്പോഴും ദൈവത്തിനായിരിക്കണം. ഈശോയുടെ പ്രാർത്ഥന കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? പിതാവ്, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പക്ഷേ എന്താ പ്രശ്നം? ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞത്, ഈ യാചനാ പ്രാർത്ഥനയുടെ ഫെയ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് അത് പോകുന്നത്, ലാൻഡ് ചെയ്യേണ്ടത്? പല യാചനാ പ്രാർത്ഥനകളും ലാൻഡ് ചെയ്യേണ്ടത് സമർപ്പണ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് യാചനാ പ്രാർത്ഥന നിങ്ങൾ നടത്തുമ്പോൾ തന്നെ സമർപ്പണ പ്രാർത്ഥന കണ്ടന്റ് അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമായിരിക്കണം. കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആ യാചനാ പ്രാർത്ഥനയുടെ അകത്ത് തന്നെ സമർപ്പണ പ്രാർത്ഥന ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി. ആ സിസ്റ്റത്തിനകത്ത് തന്നെ ഒരു ഘടനയായിട്ടാണ് വിടണത്. അല്ലാതെ യാചനാ പ്രാർത്ഥന വേറെ, സമർപ്പണ പ്രാർത്ഥന വേറെ ആയിട്ടല്ല. എല്ലാ യാചനാ പ്രാർത്ഥനകളിലും ഈ സമർപ്പണ പ്രാർത്ഥനയുടെ കണ്ടന്റ് ഉണ്ടാകണം. ഇപ്പം നിങ്ങൾ ജർമ്മൻ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ അത് എങ്കിലും അപ്പോൾ നിങ്ങൾ ഉടനെ അതിൻ്റെ അകത്ത് കണ്ടന്റ് വെക്കണം. എന്താ കാര്യം? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അതാ സംഭവം. ഈശോയുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയായത് കാരണം സത്യസന്ധമായ ദൈവപൈതലാണെങ്കിൽ യാചനാപ്രാർത്ഥനകത്ത് ബിൽറ്റ് ഇൻ ടു സിസ്റ്റമാക്കും. എന്താണ്? ആ സിസ്റ്റത്തിനകത്തുള്ള ഒരു അവിഭാജ്യ ഘടകമായിട്ട് തന്നെ എന്ത് വരും? സമർപ്പണ പ്രാർത്ഥന വരും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം എങ്കിലും അത് കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥന അതുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മ പറയും, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ പ്രാർത്ഥനയ്ക്കുണ്ട്, പിതാവിന് അതിൻ്റെ അകത്ത് വലിയ പിടിപാടില്ലെന്ന് പറയും. പിതാവിന് പിടിപാടില്ലാത്ത ഒരു സംഭവം. പിതാവിൻ്റെ ഒരു മെയിൻ പരിപാടി എന്താ? ബൈബിളിൽ എൻ്റെ ആകർഷണമാണ്, അല്ലേ? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44.
എന്നെ അയച്ച പിതാവ് എന്ന് പറഞ്ഞ എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ, അതായത് നിങ്ങൾ മനസ്സിലായില്ലേ, ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ ഒരു വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വചനം നമ്മൾ വായിക്കും, ഞാൻ ആദ്യം എന്താ പറഞ്ഞത്, ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ എക്കോ വേർഡാണ്. ഇപ്പോൾ എന്താ പറയണത്, എൻ്റെ 6:42 എന്താ പറയണത്, പറഞ്ഞ് യോഹന്നാൻ 6:44 അല്ലേ, എന്താ പറയണത്, എൻ്റെ പിതാവിനാൽ ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ല. ഒരുവനും എന്ന് വെച്ചാൽ ഒന്നിനും കൂടി അർത്ഥമുണ്ട് എൻ്റെ അടുത്ത്. ഒന്നിനും പ്രാർത്ഥന പോലും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ ആകർഷണം വേണം. യു ഗോട്ട് ദ പോയിന്റ്. പീഡിയ 6:44 എന്താ യോഹന്നാൻ, എൻ്റെ പിതാവിനാൽ പറഞ്ഞേ, എന്റെ പിതാവിനാൽ ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ല. ഒരുവനും എന്ന് വെച്ചാൽ അതുപോലെ തന്നെ പ്രാർത്ഥന പോലും പിതാവിൻ്റെ അടുക്ക് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം, പിതാവിൻ്റെ ഒരു ആകർഷണം വേണം. ആകർഷണം വേണമെന്ന് ആ ബാഗിനിട്ട് നമ്മളെ വഴക്ക് അടുപ്പിക്കണം. അതിൻ്റെ അകത്ത് എന്താ കാര്യം, അതെന്താണ്, അത് കർത്താവ് ആ പിതാവിൻ്റെ അടുത്തേക്ക് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ കണ്ടൻറ്റ് വൈസ് റിച്ചാണത്. എന്താണ്, കർത്താവ് കറക്റ്റ് കണ്ടൻറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണ്, സാധ്യമെങ്കിൽ പിതാവ് ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, കണ്ടൻറ്റ് ചേർത്തിട്ടുണ്ട്, പിതാവ് ആകർഷിക്കുന്ന കണ്ടൻറ്റ് ചേർത്തിട്ടുണ്ട്. എന്താണത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പോൾ ദൈവ പൈതലാണെങ്കിൽ കസ്റ്റമൈസ് എന്ന് പറയും, കസ്റ്റമൈസ് പ്രെയർ. ഇപ്പം നിങ്ങൾ പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ എന്ന് പറയത്തില്ലേ, കുർബാനയിലൊക്കെ ഉണ്ട് പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ, വിശ്വാസികളുടെ പ്രാർത്ഥന. പക്ഷെ പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ അല്ല, കസ്റ്റമൈസ് പ്രെയറാണ്. കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് കസ്റ്റമറായി, നമ്മൾ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരില്ലേ, കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്നവർ എന്താ പറയണത്, കസ്റ്റമർ എന്നാണ് പറയണത്, ഉപഭോക്താവ്. പല വിശ്വാസികളുടെ പ്രാർത്ഥനയും ഉപഭോക്താക്കളുടെ പ്രാർത്ഥനയാണ്. എല്ലാം പിടികിട്ടണുണ്ടാ. നമ്മുടെ പ്രാർത്ഥനയുടെ ഡിസൈൻ പരിശോധിച്ചാൽ അത് ഫെയ്ത്ത്ഫുള്ളിൻ്റെ പ്രാർത്ഥനയല്ല, വിശ്വാസിയുടെ പ്രാർത്ഥനയല്ല, ഉപഭോക്താവിൻ്റെ പ്രാർത്ഥനയാണ്. ഇതൊരു ഡേഞ്ചറസ് ട്രൂത്താണ്, ദുരന്ത സത്യം. എന്താണ് അപകടകരമായ സത്യം? പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് എന്താ ഇപ്പോൾ പറയണത്, അത് കസ്റ്റമൈസ് പ്രെയർ ആണെന്ന്, ഉപഭോക്താവിൻ്റെ പ്രാർത്ഥന. വസ്തു വിറ്റിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനല്ലേ, ബ്യൂട്ടി പാർലർ നടത്തി കട ലാഭം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാനല്ലേ. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊന്നും വേണ്ടെന്നല്ലെന്ന് ഈശോ ആദ്യമേ പറയുന്നുണ്ട്. എന്ത് രസമാണെന്ന് ഈശോ, ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെ എന്താണ്, പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണമെന്നാണ് പറയണതെന്ന്. കർത്താവ് എന്താ പറയണത്, ഇതൊന്നും വേണ്ടെന്നല്ല. നിങ്ങളുടെ മക്കൾ ഇംഗ്ലീഷ് പഠിച്ച് പഠിക്കണം, നിങ്ങളുടെ മക്കൾ 1ാം ക്ലാസ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉയർന്ന ഉദ്യോഗം ഉണ്ടാകണം, ദാറ്റ്സ് ഓക്കെ. ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെ എന്താണ്, ആദ്യം നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്, അതായത് ഇതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ നിങ്ങൾ ഓർക്കുകയെ, ആത്മീയത തലക്കടിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ടെന്നല്ല, അങ്ങനെയല്ല. ഇതൊന്നും വേണ്ടെന്നല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. വീട്, ജോലി, വിവാഹം, വാഹനം, മാന്യമായ ജീവിതം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഈശോ പറഞ്ഞത്. മത്തായി 6:32-33 നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. പിതാവ് പിച്ചാലിൽ നിന്ന് മാറുന്നില്ല. കണ്ടോ, നോക്കിയ പ്രാർത്ഥന വന്നു കഴിഞ്ഞാൽ പിതാവ് പിച്ചാലിൽ നിന്ന് മാറത്തില്ല. പിന്നെ പിതാവ് വന്നിരിക്കണേ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. എൻ്റെ പേര് കലാരഞ്ജിനി, റാന്നിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 27/10/2023
ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും അമ്മയെപ്പറ്റി അറിഞ്ഞിരുന്നില്ല. എൻ്റെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വന്നിരുന്നേനും. അപ്പം എനിക്കൊരു 3.5 വർഷമായിട്ട് എന്നോടൊപ്പം നിലനിന്നിരുന്ന ഒരു രോഗമുണ്ടായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അലോപ്പതി ചെയ്തു, ആയുർവേദം ചെയ്തു, ഹോമിയോ ചെയ്തു, പച്ചമരുന്ന് ചെയ്തു. അങ്ങനെ അവസാനം ഡോക്ടർമാർ പോലും എന്നോട് ചോദിച്ചു, ഇത്രയും മരുന്ന് കഴിച്ചിട്ട് ഇതെന്തുകൊണ്ട് ഈ രോഗം ഭേദമായില്ല? ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്കറിയില്ലല്ലോ എന്താണ് രോഗമെന്ന്. അന്നേരം അവർ പറയുന്നത് വെള്ളപ്പോക്ക് എന്നൊരു രോഗമാണെന്നാണ് പറയുന്നത്. ശരിക്കും ഗർഭപാത്രത്തിൽ നമ്മളെ മൂത്രം പോകുന്നത് പോലെ ഒരു വൈറ്റ് ഫ്ലൂയിഡ് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു പാട് വെക്കാതെ എനിക്കൊരു സ്ഥലത്തും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു ടീച്ചിങ്ങിലാണ് എനിക്ക് താല്പര്യം, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 3.5 വർഷമായിട്ട് എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഇനിയും ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, ഒരു ഹിന്ദു വിശ്വാസമായിരുന്നു. അങ്ങനെ രാവിലെ 3 മണിക്ക് എണീറ്റ് കുളിച്ച് തിരി കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഏത് ദൈവത്തെ വിളിക്കണം? ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ ഇതുപോലെ കരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഒരു കുട്ടി പത്രവുമായിട്ട്, കൃപാസന അമ്മയുടെ പത്രവുമായിട്ട് വീട്ടിൽ വന്നു പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു കുട്ടിയാണ്. അപ്പം അതിൻ്റെ അനുഭവങ്ങളൊക്കെ അതിന് അമ്മ കൊടുത്ത കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു തന്നെ എനിക്കൊരാശ്രയം അമ്മ തന്നെയാണെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു, വിൻഷേട്ടാ ഇതുപോലെ നമുക്ക് അമ്മയുടെ അടുത്ത് വരെ പോകാമെന്ന് പറഞ്ഞു. നാളെ എനിക്ക് പറ്റില്ല, ഒരു കാര്യം ചെയ്ത് നോക്കും, മറ്റന്നാൾ പോകാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ കരഞ്ഞ് ഉടമ്പടി എടുത്തു. അങ്ങനെ 1 മാസം പോലും ആയില്ല. 1 മാസം ആകുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മുടെ അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ കയറിയപ്പോൾ അച്ഛന് പറയുന്നു, ഗർഭപാത്രത്തിൽ ഒരു കക്കയുടെ നിറമുള്ള ഒരു വൈറ്റ് കളറുള്ളതാണ്, ഇങ്ങനെ പാട പോലെ രൂപപ്പെട്ടു. ആ രോഗമുള്ള വ്യക്തിയെ അമ്മ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് സന്തോഷമായി, എന്നെ അമ്മ കാണുന്നുണ്ടല്ലോ എന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പെട്ടെന്നത് എനിക്ക് എൻ്റെ രോഗത്തെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്കെല്ലാം ഞാനിത് അയച്ചു കൊടുത്തു. അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ഞാൻ കേട്ട് ഒരാഴ്ച ആയില്ല, ഒരു മരുന്നും കഴിക്കാതെ തന്നെ എനിക്ക് ആ രോഗം ഭേദമായി. അതുപോലെ രണ്ടാമത് എൻ്റെ മമ്മിക്ക് ഇതുപോലെ 3 വർഷം അടുപ്പിച്ച് ആദ്യം വെള്ളം പൊങ്ങിയപ്പോഴത്തെ ഒരു വിഷം തൊട്ടിരുന്നു. 99% ശരീരത്ത് വിഷം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷം തൊട്ട് പിന്നെ വരുന്ന തുടർച്ചയായി 3 വർഷങ്ങളിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൊറിയും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ശരീരമാസകലത്തെ തൊലി മുഴുവനും അങ്ങനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ജീർണിച്ചൊരു ശരീരം എന്ന് പറയാം. അങ്ങനെ വന്നിട്ട് ഒരുപാട് ഡോക്ടർമാർക്ക് പോലും അറിയില്ല എന്താണ് ഈ അസുഖത്തിന് കാരണം. 3 വർഷം അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വന്ന് പിന്നെ കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ രോഗം മാറുന്നത്. അങ്ങനെ വന്ന് ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ 27/10/2023 ഉടമ്പടി എടുത്ത് ഞാൻ അതിനുശേഷം ഇത്ര നാൾ വരെ ഈ രോഗം വന്നിട്ടേ ഇല്ല. ഇപ്പോഴും നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു എൻ്റെ അമ്മ. വരാൻ സാധിച്ചില്ല, പനിയായിരുന്നു, കുഞ്ഞിന് പനിയായിരുന്നുകൊണ്ട് വരാൻ സാധിച്ചില്ല. എൻ്റെ അച്ഛൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു. വക്കീൽ പറഞ്ഞു, ചേട്ടാ നമുക്കിത് ജയിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ, അച്ഛൻ്റെ ഭാഗത്താണ് നീതി, എങ്കിലും നമുക്കറിയില്ലല്ലോ, കേസ് സാധാരണ അങ്ങനെ ജയിക്കാറില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഡാഡിയുടെ കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്,
അങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒരുപാട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ ഫാദർ. പിന്നെ ആരും ഇല്ലാത്തവരെ അനാഥാലയത്തിലാക്കുകയും വഴിയോരത്ത് കിടക്കുന്നവരെ അവർക്ക് പിന്നെ അവിടെ അനാഥാലയത്തിലാക്കി അവരെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. പിന്നെ വക്കീൽ ആ കേസിൽ വിജയിച്ചു. വക്കീൽ പറഞ്ഞു എങ്ങനെയാണ് ആ കേസ് വിജയിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഡാഡി മറ്റാരുമല്ല അത് വാദിച്ചത്, അമ്മ തന്നെയാണ് അവിടെ വന്ന് വാദിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസ് വിജയിച്ചു. ശരിക്കും ആ മെമ്പർ എന്നുള്ള സ്ഥാനത്ത് നിലനിൽക്കുവാനുള്ള ഒരു അവസരം പോലും ഇല്ലായിരുന്നു. ആ സ്ഥാനത്ത് മുൻകാല പ്രാബല്യത്തോടുകൂടി ഓണറേറിയം അനുവദിച്ചുകൊണ്ട് എത്രയും നാളാണോ അവരുടെ കാലാവധി ഉള്ളത് ആ കാലാവധി വരെ തുടരുവാനുള്ള ഒരു അനുഗ്രഹവും അമ്മ വാദിച്ചു കൊടുത്തു. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കോർണിയയ്ക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നല്ല മുറിവായിരുന്നു. അത് പോയിൻ്റ് തന്നെയായിരുന്നു. അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു കോർണിയ തന്നെയാണല്ലോ അത് മുറിഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ആകെ ഭയന്നു പോയി. ഒരു കാര്യം എന്തായാലും ഒരു 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അനുസരിച്ച് ഞങ്ങൾ പോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വൈകുന്നേരം വരുന്ന അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഇടത് കണ്ണിൽ അമ്മയുടെ തൈലം പുരട്ടിക്കൊടുത്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പം ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇതെങ്ങനെ കരിഞ്ഞു വന്നു. ഞാൻ നേരം പെട്ടെന്ന് പറഞ്ഞു എൻ്റെ കൃപാസനമ്മയാണ് ഡോക്ടറെ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ മുറിവെല്ലാം കരിച്ചത്. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച വരെ കൊടുത്തത് അമ്മയാണ്. അപ്പോൾ ഡോക്ടർക്ക് സംശയം ഇനി കാഴ്ചയ്ക്ക് വല്ലതും കുഴപ്പമുണ്ടോ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോഴും അമ്മയുടെ അനുഗ്രഹത്തോടെ ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ പോകുന്നു. പിന്നെ നമ്മുടെ വാഹനാപകടത്തിൽ നിന്നല്ല. ഒരു ദിവസം ഞങ്ങൾ പരുമലപ്പള്ളിയിൽ ഇങ്ങനെ രാത്രി പോകാൻ എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങിപ്പോയി. വാഹനം മറിയേണ്ടതായിരുന്നു. എടുത്തു വെച്ചതുപോലെ വാഹനം നിന്നു. പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു മിഷേട്ടാ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു കാശ് രൂപം കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞു. അമ്മയുടെ കാശ് രൂപം കൊണ്ടാണ് ഞാൻ പോയത്. എവിടെ പോയാലും കാശ് രൂപം കൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ അനുഗ്രഹവും അമ്മ എപ്പോഴും തരുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ വസ്ത്രം കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന നമുക്കറിയാമല്ലോ വിശന്ന് നിൽക്കുന്നവരെയൊക്കെ കണ്ട് നമുക്കറിയാം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ വേണമെന്നല്ല ഭക്ഷണം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഹസ്ബൻഡാണെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന എന്നെക്കാട്ടും കൂടുതൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് അദ്ദേഹമാണ്. കാര്യം എൻ്റെ കയ്യിൽ എപ്പോഴും പൈസ കാണണമെന്നില്ല, അദ്ദേഹം ചെയ്യുന്നുണ്ട്. പത്രം കൊടുക്കും, കൃപാസന പത്രം കൊടുക്കാറുണ്ട്. ബൈബിൾ വായിക്കുമെന്നും പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും 1 കോടി നന്ദി സമർപ്പിക്കുന്നു. ഞാൻ 2 മക്കളുടെ അമ്മയും ഒരു വിധവയുമാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു എൻ്റെ പ്രാർത്ഥന മുഴുവനും. എൻ്റെ മോൾക്ക് 10 വർഷമായി വിദേശ പഠനം തടസ്സമായി നിൽക്കുകയായിരുന്നു. ആ വിദേശ പഠനം തടസ്സം കംപ്ലീറ്റ് ഉടമ്പടി എടുത്ത ശേഷം മാറിക്കിട്ടി. അതിൻ്റെ ആധികാരികമായിട്ട് പറയാൻ എൻ്റെ മോൾക്കാണ് സാധിക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ ഏൽപ്പിക്കുകയാണ് അത് പറയാൻ. ദേവമാതാവിന് നന്ദി. ഞാൻ 2015 ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് 2016 മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസിലൻഡിലേക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പേപ്പർ വർക്ക്സ് ഒരു ഏജൻസി ത്രൂ പോയി ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ അവർ ഒരു ദുബായ് ബേസ്ഡ് ഏജൻസിയാണ്. അപ്പോൾ അവർ പറഞ്ഞത് പേപ്പർ വർക്ക്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു
ഫൈനൽ വിസ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഡൽഹി ഇമിഗ്രേഷൻസിൽ നിന്ന് ഒരു കോൾ വരും, കൗൺസിലേറ്റിൽ നിന്ന് ഒരു കോൾ വരും. സോ അവർ ചോദിക്കും, നിങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തത് ഒരു സെൽഫായിട്ടാണോ എടുത്തത് അതോ ഏജൻസി ത്രൂ ആണോ എടുത്തതെന്ന് ചോദിക്കും. അപ്പോൾ സെൽഫായിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞാൽ മതി, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ ബേസിൽ നമ്മൾ കോള് വന്നപ്പോൾ പറഞ്ഞത് സെൽഫായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് കൗൺസിലേറ്റിൽ നിന്ന് ഒരു 2 ദിവസം കൊണ്ട് തന്നെ വിസ റിജക്റ്റായി. അത് പാസ്പോർട്ടിലും ആ ഒരു വിസ റിജക്ഷൻ വന്നു. അപ്പോൾ അത് വിസ റിജക്ഷൻ്റെ റീസൺ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ക്യാരക്ടർ റിവോക്ക് എന്ന് പറഞ്ഞിട്ടാണ് വിസ റിജക്റ്റ് ആയത്. ക്യാരക്ടർ റിവോക്ക് എന്ന് പറയുന്നത് അതായത് ഏജൻസിയോട്, അതായത് കൗൺസിലേറ്റിനോട് കള്ളം പറഞ്ഞ് ഇത് പ്രോസസ്സ് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അത് മാറി. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. അത് ഏജൻസി തന്ന ഗൈഡൻസ് പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് ഏജൻസി അവർ ന്യൂസിലൻഡ് പ്രോസസ്സിങ് ചെയ്യുന്നവരായിരുന്നില്ല എന്നുള്ളത് നമ്മൾ പിന്നീടാണ് അറിഞ്ഞത്. പക്ഷേ ആ ബ്ലോക്ക് എനിക്കൊരു ലൈഫ് ലോങ് ബ്ലോക്കായിരുന്നു. പിന്നീട് പല കൺട്രീസും പോകാൻ നോക്കിയപ്പോഴും എല്ലാവരും പറയേണ്ടത് ഇത് പോസിബിൾ അല്ല, കാരണം ഇതൊരു സാധാ വിസ റിജക്ഷൻ അല്ല, ഒരു ക്യാരക്ടർ റിവോക്ക് ആണ്. അപ്പോൾ അത് കാരണം ഇനി ഒരു കൺട്രിയിലേക്കും മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കൺക്ലൂഷൻ വന്നു. പിന്നീട് എനിക്ക് ഉറപ്പായി ഇനി യൂറോപ്പിലേക്ക് പോകാൻ പറ്റില്ല. സോ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു 5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. ഒരു US കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴും പക്ഷേ ഞാനിങ്ങനെ പുതിയ ഏജൻസിനെ കണ്ടുപിടിക്കുന്നുണ്ട്, അവരുമായിട്ട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, വേറെ കൺട്രീസിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഏജൻസികളും പറയുന്നത് ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഇത് സാധ്യത വളരെ കുറവാണ്. അങ്ങനെ കാനഡ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി. ആ വിസയും റിജക്റ്റായി ബിക്കോസ് ഓഫ് ഈ പ്രീവിയസ് റീസൺ കാരണം. അത് കഴിഞ്ഞ് UK നോക്കിയായിരുന്നു, അതും ആ വിസയും റിജക്റ്റായി. അപ്പോൾ അങ്ങനെ എല്ലാ പ്രതീക്ഷകളും കംപ്ലീറ്റ്ലി നിന്നു. അങ്ങനെ ഇരിക്കെ 2023 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് വരണത്. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടാണ് ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പോൾ അവർ പറഞ്ഞു എന്ത് അസാധ്യമായ കാര്യങ്ങളും നടക്കും, സോ തീർച്ചയായും ഇത് ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 2023 ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഈ ഒരു വിഷയം വെച്ച് കൂടുതൽ ആയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെയാണ് നമ്മൾ പുതിയൊരു ഏജൻസിയെ കണ്ടുപിടിക്കുകയും പിന്നെ ജർമ്മനിയിലേക്കുള്ള പേപ്പർ വർക്കുകൾ തുടങ്ങുകയും ചെയ്തത്. അങ്ങനെ അത് തുടങ്ങി പ്രോസസ്സിങ് അതായത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കൃത്യം 8ാമത്തെ ദിവസം എൻ്റെ കയ്യിലേക്ക് വിസ വന്നു, ജർമ്മനിയിലെ വിസ വന്നു. അങ്ങനെ ഞാൻ ജർമ്മനിയിൽ നിന്നാണ് വന്നത്. ഇതിന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് സ്റ്റക്കായി നിന്നൊരു വർക്കാണ് എനിക്കിപ്പോൾ ശരിയായി കിട്ടിയത്. സോ ഇത് ദൈവത്തിനോട് ഒരുപാട് നന്ദി. ഒരുപാട് കാര്യങ്ങൾ ഉടമ്പടി എടുത്ത വിഷയങ്ങളല്ലാത്ത കാര്യങ്ങളിലും മാതാവിൻ്റെ ഒരുപാട് ഇടപെടലുകൾ നമുക്കുണ്ടായിരുന്നു. ഒരുപാട് സഹായം മാതാവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. എൻ്റെ മോനും 2 വർഷമായിട്ട് പ്രാർത്ഥന നിയോഗത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. കുറച്ചൊരകൽച്ച ഉണ്ടായിരുന്നു. അവനും പൂർണ്ണമായി ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും അവൻ ദൈവമാർഗത്തിലേക്ക് വന്നു. ഇപ്പം പൂർണ്ണമായും ഉടമ്പടിയിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒമാനിൽ നിന്നും, മോള് ജർമ്മനിയിൽ നിന്നും, മോൻ ബാംഗ്ലൂരിൽ നിന്നും ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് 3 വർഷമായിട്ട് എൻ്റെ ജോലി തടസ്സമായിരുന്നു വിദേശത്ത്. ആ ജോലി തടസ്സം, വിസ ഒക്കെ മാറി പുതിയ വിസയിൽ പുതിയ ജോലിയിൽ എന്നെ എൻ്റെ മാതാവ് പ്രവേശിപ്പിച്ചു. അവിടെയും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ജോലി സ്ഥലത്ത്. ഓരോ വിഷയങ്ങളിലും കാശ് രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും, ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോഴും, തൈലം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് എൻ്റെ മാതാവ് എല്ലാത്തിനും മറുപടി തന്നു. എൻ്റെ കൂടെ നടന്നു, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് തന്നു. ഇപ്പോഴും എൻ്റെ മോനും
ഇതേപോലെ എൻ്റെ കൂടെ നിൽക്കുന്നു. അപ്പോൾ ഈ 3 പേരും ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾ 3 രാജ്യങ്ങളിലാണെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥനയിലും എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളിലും എല്ലാം ഞങ്ങൾ സജീവമായിട്ടുണ്ട്. 2:45 അലാറം വെച്ച് 3 മണിക്ക് പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കെടുക്കും. അച്ഛൻ്റെ പ്രാർത്ഥനയിലും എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളിലും ഞങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു കോടി നന്ദി പരിശുദ്ധ മാതാവിനും തിരുകുമാരനും എൻ്റെ മോനും ഒന്ന് നന്ദി പറയാൻ ഞാൻ കൊടുക്കുകയാണ്. Yeah, first of all, I thank മാതാവ് ആൻഡ് കൃപാസനം ചർച്ച്. സോ മാതാവിനെ ഞാൻ കഴിഞ്ഞ ശേഷം ഞാൻ പ്രാർത്ഥനയിലോട്ടൊക്കെ വന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ എൻ്റെ ചേർച്ചിൽ എൻ്റെ നമ്മുടെ ബ്രദേഴ്സിൻ്റെ അടുത്തെല്ലാം ഞാൻ പറയാറുണ്ട്. കാരണം ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ട്രെൻഡാണ് ഈ കള്ള്, ടൊബാക്കോ, ഇതേപോലത്തെ ഡ്രഗ്സ് എല്ലാം ആൾക്കാർ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ അവരെ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ അടുത്തെല്ലാം മാക്സിമം അവെയർനെസ് കൊടുക്കാൻ തുടങ്ങി. ഈ കള്ളും ഡ്രഗ്സും ഇതിലെല്ലാം ദൂരെ നിൽക്കാൻ. കാരണം ഈ കള്ളും ഈ സിഗരറ്റും ഇതെല്ലാം നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഭയങ്കര ദൂരം, ഇറ്റ് പുൾ അവേ ഫ്രം ഗോഡ്. സോ അത് ഞാൻ മനസ്സിലാക്കിയ ശേഷം ഞാൻ എല്ലായിടത്തും ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ പള്ളിയിലും കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങി. സോ ഞാൻ കുറച്ചായി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വരുന്നു. സോ ബിക്കോസ് ഓഫ് മാതാവ് എല്ലാം ഒരു നല്ല ചേഞ്ചായി മാറട്ടെ. താങ്ക് യു മാതാവ്, താങ്ക് യു ചേർച്ച്. അതേപോലെ എനിക്ക് യൂട്രസിനൊരു തടിപ്പുണ്ടായിരുന്നു. ആ തടിപ്പ് സ്കാൻ ചെയ്തപ്പോൾ സർജറി ചെയ്ത് നീക്കണം എന്ന് പറഞ്ഞതായിരുന്നു. അതും ഞാൻ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു പ്രൊസീജിയറിലൂടെ അത് കംപ്ലീറ്റ് ക്യൂറായി കിട്ടി. ഇത് പറയാൻ വിട്ടുപോയതായിരുന്നു. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവിടെ നിർത്തിയതിന് 1000 നന്ദി.